രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മത്സര വിഭാഗത്തിലുള്ള 14 ചിത്രങ്ങളുടെ ആദ്യ പ്രദർശനം പൂർത്തിയായി. 5-ാം ദിനത്തിൽ 8 മത്സര ചിത്രങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിയത്. കിം കി-ദുക് ചിത്രം സ്റ്റോപ്പിന്റെ 2-ാം പ്രദർശനത്തിനും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. 20ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 5-ാം ദിനം മികച്ച ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. മത്സര ചിത്രങ്ങളുടെ പ്രദർശനത്തിന്റെ എണ്ണത്തിലുണ്ടായ വർധനവായിരുന്നു ഇതിനു പിന്നിൽ. ജലാൽ സ്റ്റോറി, ഒറ്റാൽ, ബപ്പം, മർഡർ ഇൻ പീക്കോട്ട്, ചായംപൂശിയ വീട്, പ്രൊജക്ട് ഓഫ് ദി സെഞ്ചുറി, യോന, ദ ബ്ലാക്ക് ഹെൻ എന്നീ മത്സര ചിത്രങ്ങളാണ് 5-ാം ദിനത്തിൽ മേളയിലുണ്ടായിരുന്നത്. കിം കി-ദുക് ചിത്രം സ്റ്റോപ്പിന്റെ 2-ാം പ്രദർശനത്തിനും നീണ്ട നിര അനുഭവപ്പെട്ടു. ഒരു പിടി മികച്ച ചിത്രങ്ങൾ കൊണ്ടും സംഘാടനം കൊണ്ടും മേള മികവുറ്റു നിന്നു എന്ന് നടൻ വിനയ് ഫോർട്ട് പറഞ്ഞു. എനിക്ക് ഭയങ്കര നല്ല അഭിപ്രായം. എനിക്ക് ഇതിനൊരു ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തോന്നിയത് തിയേറ്ററുകൾ കൂടുകയും അല്ലെങ്കിൽ ഒരുപാട് നമ്പേഴ്സ് ഓഫ് സീറ്റ്സ് കൂടുകയും ചെയ്യുന്നതുകൊണ്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് ആളുകൾക്ക് സിനിമ കാണാനുള്ള അവസരമുണ്ടായി. രാജ്യാന്തര ചലച്ചിത്രമേള 5 ദിനങ്ങൾ പിന്നിടുമ്പോൾ പരാതികളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞുവെന്ന് സംവിധായകനും ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനുമായ ജോഷി മാത്യു പറഞ്ഞു. 20 വർഷത്തിനകം നടന്ന ഏറ്റവും നല്ല മേളയായിട്ടാണ് കാണികൾ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള ആളുകളുമായി സംസാരിക്കാനിട വന്നു. അവരൊക്കെ പറയുന്നത് മനോഹരമായ അറേഞ്ച്മെൻറ്റ്സ് ആണ്. മലയാള സിനിമ ഇന്ന് എന്ന വിഭാഗത്തിൽ കാറ്റുമഴയും പത്തേമാരി എന്നീ ചിത്രങ്ങളാണ് വീണ്ടും പ്രേക്ഷകരിലെത്തിയത്. ലോക സിനിമ, ഓസ്കാർ ആസ്പിരന്റ്, വുമൺ പവർ എന്നീ വിഭാഗങ്ങളിലായി 60ഓളം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മത്സര ചിത്രങ്ങളുടെ എല്ലാം ആദ്യഘട്ട പ്രദർശനം പൂർത്തിയായി എന്നതാണ് 5-ാം ദിനത്തിന്റെ പ്രത്യേകത. വരും ദിവസങ്ങളിൽ പ്രേക്ഷക പ്രീതി സ്വന്തമാക്കിയ സിനിമകൾ കാണാനാവും സിനിമാ പ്രേമികൾ സമയം ചെലവഴിക്കുക. ക്യാമറമാൻ സി വിനോദിനൊപ്പം ടിൻഡോ വർക്കി, റിപ്പോർട്ടർ, തിരുവനന്തപുരം.